ത്രെഡ് ചെയ്യാനൊരു സൂത്രമാണ് ഞാനൊരു പറഞ്ഞുതരാൻ പോകുന്നത്. എല്ലാവർക്കും വർക്കാവുമെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് കുറച്ച് പ്രാക്ടീസ് ചെയ്ത് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇത് ചെയ്താൽ സക്സസ് ആവും എന്നുള്ളത്. ആദ്യമായിട്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന സാധനം എന്ന് വെച്ചാൽ ബ്ലേഡാണ്. ബ്ലേഡ് പിന്നെ ഞാൻ എല്ലാവർക്കും ഇത് തന്നെയാണോ ചെയ്യാറ്. എൻ്റെ കസ്റ്റമേഴ്സിനും ഞാൻ ബ്ലേഡ് കൊണ്ട് തന്നെയാണ് ചെയ്ത് കൊടുക്കാറ്. ഇപ്പം എൻ്റെ പിരികം കണ്ടാൽ മനസ്സിലാവും, എനിക്കങ്ങോട്ട് അത്ര വളർന്നിട്ടില്ല പിരികം. പിന്നെ എൻ്റെ പിരികം അത്ര ഡാർക്കൊന്നുമില്ല. അപ്പോൾ ചെയ്താൽ എത്ര അറിയുന്നു എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് കംഫർട്ടബിൾ ചിലപ്പോൾ അടിയിൽ നിന്ന് എടുക്കാറുണ്ട്, ചിലപ്പോൾ മുകളിൽ നിന്ന് എടുക്കാറുണ്ട്. ഇപ്പം ഞാൻ മുകളിൽ നിന്ന് എടുത്ത് ആദ്യം കാണിച്ചു തരാം. നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഈ ഭാഗത്തില്ലേ അവിടെ നമ്മൾ നമ്മുടെ ഈ ഐബ്രോയുടെ ലൈൻ്റെ അവിടെമാതിരി മാത്രമേ നമ്മുടെ ബ്ലേഡ് മൂവ് ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഐബ്രോ മുറിയും. അപ്പോൾ നമ്മൾ പതുക്കെ ഒന്ന് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എനിക്കധികം ഇല്ലാത്ത കാരണം എൻ്റെ പെട്ടെന്ന് തീർന്നു ഈ ഭാഗം. പിന്നെ അടുത്ത് നമ്മുടെ എൻഡ് പോർഷൻ, അവിടെയും എനിക്കധികം വന്നിട്ടില്ല. ഞാൻ ഇപ്പോൾ അടുത്ത് തന്നെ ചെയ്തത് ഈ ഐബ്രോ ചെയ്യൽ. അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ ഈ ഭാഗത്ത് ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മുടെ അടിഭാഗത്ത് നമുക്ക് നോർമൽ ഡയറക്ഷനിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലും യൂസ് ആക്കാം. ഞാൻ രണ്ടും കാണിക്കുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ അധികം ഇല്ലാത്തവർ ഇങ്ങനെ ചെയ്താൽ മതി, കുറേ ഉള്ളവർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്കിത് ചെയ്യണേക്കാളും മുന്നേ വേണമെങ്കിൽ പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. വേദനയ്ക്കും അങ്ങനെ വേദന എടുക്കും എന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ. എനിക്കങ്ങനെ ഇപ്പോൾ വേദന ഒന്നും ഇല്ലാത്ത കാരണം ഞാൻ ഇപ്പോൾ പൗഡറൊന്നും യൂസ് ആക്കാറില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ പൊസിഷന് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ നമ്മൾ അടിയിക്ക് തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അടിയിക്ക് തന്നെ നമ്മൾ മൂവ് ചെയ്യണം, കാരണം അവിടുത്തെ ഹെയർ അങ്ങനെയാണ് വളരുന്നത്. പിന്നെ നമ്മളിങ്ങനെ വലിച്ചു പിടിക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ സ്കിന്ന് മുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ പെട്ടെന്ന് തീർന്നു, കാരണം എനിക്കധികം ഹെയർ ഇല്ലല്ലോ. പിന്നെ നമ്മുടെ സെൻറ്റർ പോർഷൻ നമ്മൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ക്രോസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം, അത്ര ഹെയർ ഉള്ളവരാണെങ്കിൽ. ഞാനിങ്ങനെ എല്ലാ പൊസിഷനും നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. എനിക്ക് അത്രയും ആവശ്യമില്ല ഇവിടെ ചെയ്യേണ്ടത്, പക്ഷേ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നുണ്ട്. നമ്മളിത് കഴിഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസർ ഇടാൻ മറക്കരുത് കേട്ടോ, എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഹെയർ ഒന്ന് സ്പൂളിൽ വെച്ചിട്ട് മുകളിലേക്ക് കോംബ് ചെയ്തിട്ട് എക്സസ് ഉള്ളത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം. അടുത്ത ഐബ്രോയിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഈ ഫേസ് റേസറാണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ച് നാളായി, അതുകൊണ്ട് മൂർച്ച കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ വേറെ വാങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവുന്നത്. പിന്നെ എല്ലാവരും കാണുമ്പോൾ ഒന്ന് ഫുൾ സ്ക്രീനിൽ കാണാൻ ശ്രദ്ധിക്കണേ, അപ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫേസ് റേസർ വെച്ചിട്ട് സെയിം പോലെ തന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ലൈനിൽ അവിടെ വെച്ചിട്ട് നമ്മൾ നിർത്തിയിട്ട് നമ്മളിങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കുക. എനിക്കധികം ഇല്ലാത്ത കാരണം എനിക്കിങ്ങനെ ചെയ്താൽ മതി, പെട്ടെന്ന് തന്നെ തീരും. പിന്നെ ഫോർഹെഡിൽ വേണ്ടവർക്ക് നമുക്ക് എടുത്തു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എനിക്കധികം വളർന്നിട്ടൊന്നുമില്ലാതെ ഞാൻ അവിടെയും ചെയ്തില്ല. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ബ്ലേഡ് കൊണ്ട് ചെയ്ത പോലെ തന്നെ നമ്മൾ ഈ ഫേസ് റേസർ കൊണ്ടും എൻഡ് പോർഷൻ അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക. ഓപ്പോസിറ്റും ചെയ്യാം, നോർമൽ ഡയറക്ഷനിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ സ്റ്റാർട്ടിങ്ങിലും സൂക്ഷിച്ച് ചെയ്യണം. സ്റ്റാർട്ടിങ് ആകുമ്പോൾ നമ്മുടെ ഷേപ്പ് ഇതാവുന്ന സ്ഥലമാണ്. പിന്നെ ഇതിന് നല്ല മൂർച്ചയുണ്ടെങ്കിൽ പെട്ടെന്ന് തീരും. പിന്നെ എനിക്ക് മൂർച്ചയില്ല, പിന്നെ എനിക്കങ്ങനെ വളർന്നിട്ടില്ലല്ലോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പൂല് വെച്ചിട്ട് കോംബ് ചെയ്തിട്ട് സിസർ വെച്ചിട്ട് കട്ട് ചെയ്ത് കളയാം, ഇങ്ങനെ പൊങ്ങി നിൽക്കണ ഭാഗം. നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ ഫേസിൽ ചേഞ്ച് മനസ്സിലാവും, അത് എടുത്തതിന് ശേഷം മുന്നത്തെയും ചേഞ്ച്. ഞാനിപ്പോൾ 2 ടൈപ്പ് ഐബ്രോ ചെയ്യാനാണ് കാണിച്ചത്. 2 രൂപത്തിലും നമ്മൾ ചെയ്ത് കാണിച്ചതാണ്. ഒന്ന് പെൻസിൽ കൊണ്ടും ഒന്ന് ഐബ്രോ കിറ്റ് അല്ലെങ്കിൽ ഐബ്രോ പാലറ്റ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഐബ്രോ കിറ്റ്. ഞാനിത് ഒരുപാട് തവണ യൂസ് ആക്കിയിട്ടുള്ള ഐബ്രോ കിറ്റാണ്. ഇതെനിക്ക് വളരെ വളരെ ഇഷ്ടമുള്ള ഐബ്രോ കിറ്റാണ്. എൻ്റെ ഫേവറേറ്റ് ഐബ്രോ കിറ്റാണ്. ബിക്കോസ് ഇത് യൂസ് ചെയ്ത് കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാം, പിന്നെ വേറെ വാങ്ങേണ്ടി വരില്ല. പക്ഷേ 99 rupees വരണം. പക്ഷേ നിങ്ങൾക്ക് നൈക്കിലും പർപ്പിളൊക്കെ ഓഫറിന് വരുമ്പോൾ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ വലിച്ചാൽ മതി. അപ്പോൾ നമുക്കിതിൻ്റെ ഇങ്ങനെ പുറത്തേക്ക് വരില്ല, ഇത്ര കാണുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ എൻ്റെ ബാക്കിൽ മറ്റേ ഈ സാധനം ഇങ്ങനെ വന്നിട്ടാണ് വരുന്നത്. ഇപ്പോൾ വരുന്നുണ്ട് ബാക്കിൽ. ഞാൻ അതിന് മുന്നേ ആ ഡിസൈന് മുന്നേ വാങ്ങിച്ച സാധനം. അപ്പോൾ ഈ ഒരു ബ്രഷും തന്നെ മതി, വലിയ വേറെ ബ്രഷൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബ്രഷും പിന്നെ നമ്മുടെ
പ്ലക്കിയാണ് സാധനം. പ്ലക്കും ചെയ്യാം, പിന്നെ നമുക്കിങ്ങനെ ഐലാഷിനെ വെക്കാം. ഞാനിതുകൊണ്ട് പ്ലക്ക് ചെയ്യാറില്ല, എനിക്ക് പ്ലക്കർ ഇഷ്ടമല്ല, എനിക്ക് വേണം. സോ ഞാൻ ഐലാഷ് എടുപ്പിക്കാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മളിതിൽ കാണാം ഫസ്റ്റത്തെ വൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ബേസായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ചിലരിത് ഐബ്രോ ചെയ്തതിന് ശേഷം ലാസ്റ്റും ചെയ്യണവരുണ്ട്. ഇത് ഫസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഐബ്രോ ചെയ്ത അവസാനം നമുക്കൊരു എന്താ പറയുക, ഒരു ഫിനിഷിങ് ലുക്ക് വരും. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമില്ല. അതിനുശേഷം നമ്മൾ ഈ ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് അടിയിൽ വരച്ച് കൊടുക്കുക. 2 മെത്തേഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഒരു മെത്തേഡ് ഇങ്ങനെ കാണിച്ചു തരാം, അടുത്തത് പെൻസിലോട് കാണിച്ചു തരാം. ഈ ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇങ്ങനെ നമ്മൾ അടിയിൽ വരച്ചതിന് ശേഷം ജസ്റ്റ് മുകളിലേക്ക് ഇങ്ങനെ ബ്രഷ് ചെയ്യുക. ബ്രഷ് കൊണ്ട് ഇങ്ങനെ മുകളിലേക്ക് മൂവ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മായ്ച്ച് കളയാനും പറ്റും. കൂടുതലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കത് പെട്ടെന്ന് മായ്ച്ച് കളയാനും പറ്റും. സ്റ്റാർട്ടിങ്ങിൽ എപ്പോഴും നമ്മൾ അധികം ലൈറ്റായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതോടെ നമ്മളൊരു നാച്ചുറൽ ലുക്ക് വരുള്ളൂ. ചിലവർ തിക്കായിട്ട് കൊടുക്കുന്നവരുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു നാച്ചുറാലിറ്റി കിട്ടുകയാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ലൈറ്റ് ഷെയ്ഡായിരിക്കും നല്ലത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഡാർക്ക് വേണമെങ്കിൽ കൂടുതൽ കോട്ടിങ് കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഡാർക്ക്നെസ്സും കൂടി വരും. ഈ ഒരു വീഡിയോയിൽ നല്ലോണം മിസ്റ്റേക്ക് ഉണ്ടാവും കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ വോയിസിൽ ഇങ്ങനെ എഡിറ്റ് ചെയ്യണത്, അപ്പോൾ ഒന്നും അങ്ങനെ കറക്റ്റായിട്ടൊന്നും വന്നിട്ടില്ല, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും സംഭവം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. ഞാൻ സാധാരണ യൂസ് ആക്കും, നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ചിലപ്പോൾ ഇന്ന് ചിലപ്പോൾ എന്തായിരിക്കും കൊളായിട്ട് വരും. നാച്ചുറാലിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒന്നും യൂസ് ആക്കാൻ പാടില്ല. സ്റ്റാർട്ടിങ്ങിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിക്കാൻ പാടില്ല. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ അടിയിൽ ആദ്യം വരച്ചിട്ട് പിന്നെ മുകളിൽ വരച്ചിട്ട് സെൻറ്ററിൽ ഫില്ല് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാൻ പറ്റും. ഇത് ഭയങ്കര എളുപ്പമുള്ള വഴിയാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് കയറ്റി വരുന്നവർക്ക് വേണമെങ്കിൽ കയറ്റി ഇടാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കട്ടി കൂട്ടണമെങ്കിൽ നമുക്ക് ഒരു കോട്ടും കൂടി ജസ്റ്റ് അപ്ലൈ ചെയ്യാം. ഇതിങ്ങനെ കയറ്റി കൊണ്ടുവരാം. നമുക്ക് സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ഈ ലൈറ്റ് ഷെയ്ഡ് വേണമെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ജസ്റ്റ് നേരത്തെ എടുത്ത ബ്രൗണ് മായ്ച്ച് കളഞ്ഞിട്ട് ഇതിൽ ഈ ബ്രഷ് വെക്കാൻ പാടുള്ളൂ. എന്നിട്ട് സ്റ്റാർട്ടിങ്ങിലൊന്ന് നമ്മൾ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ എൻഡ് ഒന്ന് കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സ്പൂലി എടുത്തിട്ട് ഒന്ന് കോംബ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കാം. അപ്പോൾ കോംബ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരും. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ഞാൻ പറഞ്ഞു പെൻസിലാണ്. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് മിസ് ക്ലെയറിൻ്റെ പെൻസിലുകൊണ്ടാണ് കേട്ടോ. ഇത് നല്ലൊരു പെൻസിലാണ്, അഫോർഡബിളാണ്, കംഫർട്ടബിളാണ്, എല്ലാം കൂടി നല്ലൊരു പെൻസിലാണ് കേട്ടോ. ഇതിന് എത്ര 125 രൂപയാകാണ്ട വില വരുന്നത്. ഇത് മീഡിയം ബ്രൗൺ ഷെയ്ഡാണ്. അപ്പോൾ ഇത് എൻ്റെ ഷെയ്ഡിന് കറക്റ്റാണ്. നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് സെക്കൻഡ് മെത്തേഡാണ്. അപ്പോൾ ഇതിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തൊട്ട് വരയ്ക്കുക. സ്റ്റാർട്ടിങ്ങിൽ തൊട്ട് അടിയിൽ നിന്ന് വരച്ചിട്ട് എൻഡ് വരെ വരയ്ക്കുക. അതിനുശേഷം മുകളിൽ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വേണം വരച്ചു തുടങ്ങാനായിട്ട്. മുകളിൽ വരച്ചതിന് ശേഷം നമ്മൾ സെൻറ്റർ പോർഷൻ ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൽ നമുക്ക് കുറേ ഷെയ്ഡ്സ് അവൈലബിൾ ആട്ടോ. ലൈറ്റ് ബ്രൗൺ, പിന്നെ ഇതാ ബ്ലാക്ക്, ഡാർക്ക് ബ്രൗൺ, ഇത് മീഡിയം ബ്രൗൺ ആണ്. നിങ്ങൾക്ക് ഏതാ സൂട്ടബിൾ എന്ന് വെച്ചാൽ അത് ഷെയ്ഡ്സ് നോക്കിയിട്ട് സെലക്ട് ആക്കാം. പിന്നെ എനിക്കിങ്ങനെ പറയാനൊന്നും അറിയില്ല, ഞാൻ ആദ്യമായിട്ടൊരു വീഡിയോയിലൊക്കെ വന്ന് ഇങ്ങനെ പറയണത്. സോ അതിൻ്റേതായ കുറേ പ്രശ്നങ്ങളൊക്കെ ഈ വീഡിയോയ്ക്ക് ഉണ്ടാവും. പിന്നെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇയർഫോണാണ്. മൈക്ക് ഉണ്ടായില്ല, മൈക്ക് ഒന്നും അതിൻ്റെ ഉണ്ടായിരുന്നില്ല. സോ ഇയർഫോണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വോയിസ് അങ്ങനെ ക്ലിയറായി വന്നില്ല. എന്നിട്ട് നമ്മൾ എൻഡ് പോർഷൻ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ മൂവ്
മുകളിലേക്ക് വരച്ചു കൊടുക്കുക. സ്റ്റാർട്ടിങ്ങിൽ നമ്മളിങ്ങനെ തന്നെ വരയ്ക്കണം. മുകളിലേക്കാണല്ലോ നമ്മുടെ ഹെയർ ഗ്രോ ചെയ്യുന്നത് സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ആ ഷേപ്പിൽ തന്നെ വരച്ചു കൊടുക്കണം. നമ്മുടെ ഹെയറിൻ്റെ ഷേപ്പിൽ തന്നെ, ഹെയർ വളരുന്ന ഷേപ്പിൽ തന്നെ നമ്മൾ വരച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ സ്പൂലി വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ കോംബ് ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടും. ശരിക്കും പറഞ്ഞാൽ സ്പൂലി വെക്കുമ്പോഴാണ് നമ്മുടെ ആ ഐബ്രോയുടെ ഭംഗി വരുന്നത്. അപ്പോൾ ഈ വരച്ച പാടുകളൊന്നും നമുക്ക് അവിടെ ഹാഷ് ലൈൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒന്ന് സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് എങ്ങനെ ഭംഗി തോന്നുന്നു അതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തന്നെ ചേഞ്ച് മനസ്സിലാവും. ഞാൻ ഐബ്രോ ചെയ്യാത്ത എന്നെയും ഐബ്രോ ചെയ്ത എൻ്റെയും ചേഞ്ച് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് നല്ലൊരു റിസൾട്ട് തരുന്ന പ്രൊഡക്ട്സാണ് രണ്ടും. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറയാം എന്താണ് ചേഞ്ച് വന്നതെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും അടുത്ത വീഡിയോകളുമായി ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടെയുള്ള ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസ് ഇടുന്നത് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്.